വരൂ പിടിക്കൂ കൈകളിൽ വേഗം നമ്മൾ കൊന്നാകാം. തരൂ മനസ്സൊരു നിമിഷം നിങ്ങൾ ശാന്തി പകർന്നിടാം. വരൂ പിടിക്കൂ കൈകളിൽ വേഗം നമ്മൾ കൊന്നാകാം. തരൂ മനസ്സൊരു നിമിഷം നിങ്ങൾ ശാന്തി പകർന്നിടാം. അറിവിൻ മുത്തുകൾ വിസ്മയ കാഴ്ചകളാകും ഗ്യാലറിയിൽ. അറിയാൻ ദാഹിക്കുന്നവർക്കെല്ലാം തെളിനീരുറവകളായി. അറിവിൻ മുത്തുകൾ വിസ്മയ കാഴ്ചകളാകും ഗ്യാലറിയിൽ. അറിയാൻ ദാഹിക്കുന്നവർക്കെല്ലാം തെളിനീരുറവകളായി. വിസ്തമുദിക്കുന്നു, ഇരുട്ട് മങ്ങുന്നു. വിസ്തമുദിക്കുന്നു, നല്ലൊരു പുലരി ജനിക്കുന്നു. വിസ്തമുദിക്കുന്നു, ഇരുട്ട് മങ്ങുന്നു. വിസ്തമുദിക്കുന്നു, നല്ലൊരു പുലരി ജനിക്കുന്നു. വരൂ പിടിക്കൂ കൈകളിൽ വേഗം നമ്മൾ കൊന്നാകാം. തരൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു ചരിത്രമാണ് ഇന്ന് ഒരു ഖുതുബയായി നമ്മളിവിടെ ഈ മിമ്പറിൽ ശ്രവിച്ചത്. സഹാബിവര്യനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം, സച്ചരിതങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മാതൃകയാക്കപ്പെടേണ്ട ചരിത്രങ്ങളാണ്. നമ്മൾ സച്ചരിതങ്ങൾ പഠിക്കുമ്പോൾ മഹത്തുക്കളോട് നമ്മളെ തുലനം ചെയ്യുവാനും താരതമ്യപ്പെടുത്തുവാനുമാണ് നമ്മൾ ചരിത്രം പരതുന്നതും പഠിക്കുന്നതും. നമ്മളുടെ കുറവുകൾ നികത്തുവാൻ, നമ്മൾ പുണ്യങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് എങ്കിൽ പുണ്യങ്ങളെ പെരുപ്പിക്കുവാൻ ഇത്തരം ചരിതങ്ങൾ നമുക്ക് സഹായകമാണ്.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം മഹൽ ചരിതങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ചരിത്രമാണ്. അതിൽ ചില ഭാഗങ്ങളാണ് ഇവിടെ നിന്ന് നമ്മൾ ശ്രവിച്ചത്. അദ്ദേഹം അബ്ദുള്ള ഇബ്നു മസ്ഊദ് അൽ ഹുദലിയാണ്. ബനു ഹുദൈൽ ഗോത്രക്കാരൻ. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അബു അബ്ദിറഹ്മാൻ ഇബ്നു ഉമ്മി അബ്ദ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അബ്ദുള്ള ഇബ്നു മസ്ഊദ് ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന പ്രഥമ പുരുഷന്മാരിൽ ഒരാളാണ്. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന 6 പേരിൽ ഒരാൾ അബ്ദുള്ള ഇബ്നു മസ്ഊദാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ച് അതിൻ്റെ ആദ്യ നാളുകളിൽ ഇസ്ലാമിലേക്ക് ഇബ്നു മസ്ഊദ് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിൽ 6 പേരുണ്ടായപ്പോൾ അതിൽ 6ാമനായി എണ്ണി എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മത ആശ്ലേഷണം അതറിയിക്കുന്ന ഒരു ചരിത്രം പ്രസിദ്ധമാണ്. അബ്ദുള്ള ഇബ്നു മസ്ഊദ് അദ്ദേഹം ഉഖബത്ത് ബിൻ അബി മുഅയ്ത്തിൻ്റെ ഒരു ഇടയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി ആടുകളെ മേക്കലാണ്. അബ്ദുള്ള ഇബ്നു മസ്ഊദ് ഇടയനായി ജോലി ചെയ്യവെയാണ് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരുന്നത്. അബ്ദുള്ള ഇബ്നു മസ്ഊദ് ഉഖബത്ത് ബിൻ അബി മുഅയ്ത്തിൻ്റെ ഇടയൻ എന്ന് പറയുമ്പോൾ ഉഖബ ഇബ്നു അബി മുഅയ്ത്ത് വലിയ ദുഷ്ടനാണ്, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവുമാണ്. പക്ഷേ ആദ്യകാലങ്ങളിൽ ഉഖബ ഇബ്നു അബി മുഅയ്ത്തിൻ്റെ ശത്രുത കടന്നു വന്നിട്ടില്ല. പിന്നീടാണ് ശത്രുത കൂടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ ചാർത്തിയ ദുഷ്ടപ്രവൃത്തി ചെയ്തത് ഈ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്താണ്, അബൂജഹലിനോടും മറ്റുമൊക്കെ കൂടിയിട്ട്. ഈ ഉഖബയുടെ ജോലിക്കാരനാണ് അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും വന്ന് ഇബ്നു മസ്ഊദിനോട് തൻ്റെ ആട്ടിൻ പറ്റത്തിൽ നിന്നൊരാടിനെ ചോദിക്കുകയാണ് പാലിന് വേണ്ടി. അപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഞാൻ മുഅ്തമനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആടുകളല്ല, മുതലാളിയുടെ ആടുകളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൂറ്റൻ മതിക്കാത്ത ഒരാടിനെ തന്നാൽ മതി, പാലും വേണ്ട ഒന്നും വേണ്ട, ഒരു ആടിനെ തന്നാൽ മതി തൽക്കാലത്തേക്ക്. അങ്ങനെ ഒരു ആടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് നീക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആടിൻ്റെ അകിട്ടിൽ തടവി ആട് പാല് ചുരത്തി അതിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പാനം ചെയ്യാൻ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാനം ചെയ്തു. ഈ സംഭവം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണാൻ. അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിച്ചില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പ്രകടിപ്പിച്ച ഒരു മുഅ്ജിസത്ത്. അപ്പോൾ ഇബ്നു മസ്ഊദ് പറയുകയാണ്, മുഹമ്മദ് നിങ്ങൾ ചൊല്ലിയ ആ വചനങ്ങൾ പഠിപ്പിച്ചു തരൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, ഇന്നക ഗുലയ്യിമുൻ മുഅല്ലം, നിങ്ങളൊരു ഗുലയ്യിം എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടി, മുഅല്ലം എന്ന് പറഞ്ഞാൽ ബോധനം നൽകപ്പെടുന്ന. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ബോധനമുള്ള ഒരു കൊച്ചുകുട്ടിയാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ തൻ്റെ വചനങ്ങൾ പഠിപ്പിച്ചു. അത് ഇബ്നു മസ്ഊദിൽ സ്വാധീനിക്കുകയും അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം മുശ്രിക്കുകളുടെ കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്.
അതുകൊണ്ട് തന്നെ അവിടെയുള്ള ദുർബല ജനങ്ങളിൽ ഒരാളായിട്ടാണ് ഇബ്നു മസ്ഊദ് ഉണ്ടായിരുന്നത്, അവരുടെ ആ പരിഗണനയിൽ. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൻ്റെ ആദ്യ കാലങ്ങളിൽ മക്കയിൽ നടന്ന ചരിത്രങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടൊക്കെ ചരിത്രം ഇബ്നു മസ്ഊദ് ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹം നിസ്സഹായനാണ്. പലപ്പോഴും തൻ്റെ യജമാനൻ ഉഖബ അബൂജഹലിനോടൊപ്പവും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കുന്ന സംഭവങ്ങളെ ഉദ്ധരിക്കുന്നത് ഈ ഇബ്നു മസ്ഊദാണ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. പക്ഷേ അദ്ദേഹത്തിന് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുവാൻ ഇറങ്ങാൻ അവസരം ഉണ്ടായിരുന്നില്ല, അതിന് ശേഷിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഒരു ചരിത്രം, അത് സഅദ് ബിൻ അബി വഖാസിൽ നിന്ന് നിവേദനം. ആ സംഭവത്തിൽ ഇബ്നു മസ്ഊദിനെ പോലുള്ളതായ സഹാബികൾ അവരുടെ അവസ്ഥ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആ നാളുകളിൽ എന്താണ് എന്നുള്ളതാണ് ചിത്രീകരിക്കുന്നത്. സഅദ് ബിൻ അബി വഖാസ് പറയുകയാണ്, ഞങ്ങളൊരു 5-6 പേർ, സഅദ് ബിൻ അബി വഖാസ്, അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ബിലാൽ, പിന്നെ ഹുദൈൽ ഗോത്രത്തിൽ നിന്ന് 2 പേർ, ഇങ്ങനെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഖുറൈശി പ്രമുഖന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ മുഹമ്മദ് ഉത്റുദ് ഹൗലായ്, മുഹമ്മദെ ഇവരെ നീ നിൻ്റെ അടുക്കൽ നിന്ന് ആട്ടിവിട്, പറഞ്ഞുവിട്, ഞങ്ങൾ നിന്നെ കേൾക്കാം, നീ പറയുന്നത് ഞങ്ങൾ കേൾക്കാം, പക്ഷേ ഈ ആളുകളെ ഇറക്കിവിട് എന്ന് പറഞ്ഞു. വളരെ അവഗണനയിൽ പുച്ഛഭാവത്തിലായിരുന്നു മുശ്രിക്കുകളുടെ ഈ സംസാരം. എത്രമാത്രമെന്ന് വെച്ചാൽ മുശ്രിക്കുകളിൽ ചിലർ പറഞ്ഞു, മുഹമ്മദ് വല്ല ഔദാര്യങ്ങളും ദാനങ്ങളും ഒക്കെ നൽകും എന്ന് കണ്ടിട്ടാണ് ഈ ഇടയന്മാരും അടിമകളുമൊക്കെ മുഹമ്മദിനെ ചുറ്റിപ്പറ്റി കഴിയുന്നത് എന്ന് വരെ അവർ പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ തത്റുദുൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈഇൻ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈ ഫതത്റുദഹും ഫതകൂന മിനൽ ളാലിമീൻ വകദാലിക ഫതന്നാ ബഅദൽ ളാലിമീന ബിബഅദിൻ ലിയഖൂലു അഹൗലായി മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ അലൈസല്ലാഹു ബിഅഅലമ ബിശ്ശാകിരീൻ. ഈ 2 ആയത്തുകൾ ഈ വിഷയത്തിലാണ് അവതീർണമായത്. എന്താ ആയത്തിൽ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, വലാ തത്റുദിൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ, അല്ലാഹുവിൻ്റെ വജ്ഹ് മാർഗം കാംക്ഷിച്ച്, അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് റബ്ബിനോട് പ്രഭാത പ്രദോഷങ്ങളിൽ ദുആയിരക്കുന്ന ആളുകളെ ഒരിക്കലും നിങ്ങൾ പുറത്താക്കരുത്, ദൂരെ മാറ്റരുത്. മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈ, അവരെ വിചാരണ നടത്തേണ്ട യാതൊരു ബാധ്യതയും നിങ്ങൾക്കില്ല. വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈ, താങ്കളെ വിചാരണ നടത്തേണ്ട ബാധ്യത അവർക്കുമില്ല. ഫതത്റുദഹും, നിങ്ങൾ അവരെ വിചാരണ നടത്തി അവരെ നിങ്ങളുടെ സദസ്സിൽ നിന്ന് നിങ്ങൾ ദൂരെ മാറ്റിയാൽ ഫതകൂന മിനൽ ളാലിമീൻ, നിങ്ങൾ അന്യായം ചെയ്തവരുടെ കൂട്ടത്തിൽ, അക്രമം ചെയ്തവരുടെ കൂട്ടത്തിലായി പോകും. അക്രമികളാരാ? അന്യായക്കാരാരാ? ഇവരെ പുറത്താക്കണമെന്ന് പറഞ്ഞ മുശ്രിക്കുകളാണ്. അത് കേട്ടിട്ട് നിങ്ങൾ ഇവരെ പുറത്താക്കിയാൽ നിങ്ങൾ അവരുടെ കൂട്ടത്തിലായി പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. എന്നിട്ട് അല്ലാഹു പറയാണ്, വകദാലിക ഫതന്നാ ബഅദൽ ളാലിമീന ബിബഅദിൻ ലിയഖൂലു അഹൗലായി മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ. അക്രമികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ കൊണ്ട് പരീക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാണ്. എന്താ അക്രമികൾ പറഞ്ഞത്? അഹൗലായി മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ, ഞങ്ങൾ ഖുറൈശി നേതാക്കന്മാർ പ്രമുഖന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്കിടയിൽ നിന്ന് ഇവർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം അരുളിയത്? ഇബ്നു മസ്ഊദ്, ബിലാൽ, സഅദ്, ഖുബൈബ്, ഖബ്ബാബ് തുടങ്ങി അടിമകൾ
ജോലി വേല ചെയ്യുന്നവർ, ഇവർക്കൊക്കെയാണ് അള്ളാഹു ഹിദായത്ത് നൽകിയത്. അപ്പോൾ ഇവരെ ചൂണ്ടിയിട്ട് മറ്റൊരു പറയാണ്, ഇവർക്കാ അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയത്, നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ പരീക്ഷണം. അതാണ് അള്ളാഹു പറഞ്ഞത്, വകദാലിക ഫതന്നാ ബഅദ-ദ്ദാലിമീന ബിബഅദിൻ ലിയഖൂലു അഹാഉലായി മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ. അള്ളാഹു അവർക്ക് മറുപടി കൊടുക്കാണ്, അലൈസല്ലാഹു അഅലമ ബിശ്ശാകിരീൻ. നന്ദി കാണിച്ച് ജീവിക്കുന്നവൻ ആര് എന്നത് അള്ളാഹ്ക്കാണ് അറിയാം. അതുകൊണ്ട് ആർക്ക് ഹിദായത്ത് നൽകണം, ആർക്ക് വഴികേട് നൽകണം, അത് അള്ളാഹ്ക്കറിയാം. നന്ദി കാണിച്ച് ജീവിക്കുന്നവൻ ആര് എന്നുള്ളത് അള്ളാഹുവിന് അറിയുന്നത് കൊണ്ടാണ് അള്ളാഹു ആൾക്കൂട്ടത്തിൽ നിന്ന് ഇവരെ ഹിദായത്തിന് തിരഞ്ഞെടുത്തത് എന്ന് ആ മുശ്രിക്കുകൾക്ക് മറുപടിയായിട്ട് കൂടി മറുപടി ആയിക്കൊണ്ടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനങ്ങൾ ഇറക്കി. ഇവിടെ പറഞ്ഞു വരുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്ക കാലഘട്ടത്തിലെ ആ ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിലെ അവസ്ഥ മനസ്സിലാക്കുവാനൊരു ചരിത്രമാണ്. ഇബ്നു മസ്ഊദ്, ബിലാൽ, സഅദ് തുടങ്ങിയവരൊക്കെ തിരുസവിധത്തിലുണ്ടായിരിക്കെ മുശ്രിക്കുകൾ കടന്നു വന്ന് ഈ സഹാബത്തിനെ നിസ്സാരമാക്കി വിഗണിച്ച് ഇവരെ പുറത്താക്കിയാൽ ഞങ്ങൾ മുഹമ്മദെ നിന്നെ കേൾക്കാമെന്ന് മുശ്രിക്കുകൾ പറയുകയാണ്. അള്ളാഹു വളരെ ഗൗരവത്തിൽ ആ വിഷയം കണക്കിലെടുക്കുകയാണ്. അപ്പോൾ ആരായിരുന്നു ഇബ്നു മസ്ഊദ്? അദ്ദേഹത്തിൻ്റെ ഭൗതികമായ അവസ്ഥ എന്ത് എന്നത് ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ ചരിത്രത്തിൽ പ്രത്യേകിച്ച് വായിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവിടെ മിമ്പറിൽ അത് ഉദ്ധരിച്ചതും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഏറെ പരീക്ഷിക്കപ്പെട്ട ഒരു സഹാബിയാണ് ഇസ്ലാമിൻ്റെ പേരിൽ. കാരണം അദ്ദേഹമാണ് ആദ്യമായി മുശ്രിക്കുകൾ മൊത്തത്തിൽ കേൾക്കും വിധം വിശുദ്ധ ഖുർആൻ പരസ്യമായി ഓതിയത്. ഉർവത്ത് ഇബ്നു സുബൈർ റിവായത്ത് ചെയ്യുന്ന ഒരു ചരിത്രത്തിൽ ഒരിക്കൽ സഹാബത്ത് കൂടി, എന്നിട്ട് അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമാകുന്ന ഖുർആൻ അത് ഖുറൈശികൾ കേൾക്കണില്ല, അവർ കേൾക്കാനൊട്ട് ഉദ്ദേശിക്കണില്ല. അതുകൊണ്ട് നമ്മളിൽ ആർക്ക് സാധിക്കും അവർ കേൾക്കെ ഈ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യുവാൻ? അപ്പോൾ ഇബ്നു മസ്ഊദ് എഴുന്നേറ്റു. ഇബ്നു മസ്ഊദ് ആണെങ്കിൽ വളരെ ഷോർട്ടുമാണ്, മാത്രമല്ല അദ്ദേഹം സ്കെൽറ്റൺ, മെലിഞ്ഞ പ്രകൃതമാണ്. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, നിങ്ങൾ പോണ്ട, കാരണം നിങ്ങൾക്ക് അവരെ ചെറുത്ത് നിൽക്കാൻ കഴിയില്ല, കെൽപ്പില്ല. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ പോകാം, റബ്ബിൻ്റെ കാവൽ അതെനിക്കുണ്ടാകും. അങ്ങനെ ഇബ്നു മസ്ഊദ് ചെന്ന് ഖുറൈശികൾ കേൾക്കെ മഖാമിനടുത്ത് നിന്ന് ഉറക്കനെ ഓതി. അത് ഖുറൈശികൾ കേറ്റു. തങ്ങൾ കേൾക്കെ ഖുർആൻ പാരായണം ചെയ്യുവാൻ ആർജവം കാണിച്ച ഇബ്നു മസ്ഊദിന് നേരെ അവർ ഒന്നടങ്കം വന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ച് മുഖം പരിക്കേറ്റ്. അങ്ങനെ ഇബ്നു മസ്ഊദ് ആ മുഖവുമായി തിരിച്ചു വന്നപ്പോൾ സഹാബത്ത് പറയാണ്, നിങ്ങൾക്കിങ്ങനെ ഒരു പ്രതികരണം അവരിൽ നിന്നുണ്ടാകുമെന്നത് കൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ പോകാൻ സമ്മതിക്കാതിരുന്നത്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നിങ്ങൾ സമ്മതിക്കുകയാണ് എങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി അവരെ ഓതി കേൾപ്പിക്കുവാൻ ഞാൻ പോവുക. അപ്പോൾ അവർ പറഞ്ഞു, ഹസ്ബുക്ക്, നിങ്ങൾക്ക് ഇത് മതി. അവരെ പ്രയാസപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അവരെ ദേഷ്യപ്പെടുത്തേണ്ടത് നിങ്ങൾ അവരെ കേൾപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നവർ പറയുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഇവിടെ ശാരീരികമായി ദുർബലനായി ഗണിക്കപ്പെട്ടിരുന്നുവെങ്കിലും വിശ്വാസപരമായി ആർജവവും ഊക്കുമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുള്ള ഇബ്നു മസ്ഊദ് എന്നാണ് ഈ ചരിത്രം കോറിയ പണ്ഡിതന്മാർ അതിൽ നിന്ന് നമ്മളോട് പറയുന്നതായ ചരിത്രത്തിലെ പാഠം. ഇബ്നു മസ്ഊദ് അദ്ദേഹം സാഹിബുൻ നഅലൈനി വൽ വിസാദത്തി വൽ മിത്ഹറ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അൽഖമ, അബ്ദുല്ലാഹ് ഇബ്നുൽ അൽഖമ ഇബ്നു മസ്ഊദിനെ അന്വേഷിക്കാറുള്ളത് ഇങ്ങനെയാണ്, ഐന സാഹിബുൽ നഅലൈൻ വൽ വിസാദത്തി വൽ മിത്ഹറ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾക്ക് ദന്തശുദ്ധീകരണത്തിനുള്ള മിസ്വാക്ക് തയ്യാറാക്കി കൊടുത്തിരുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അറാക്ക് ചെത്തി പാകപ്പെടുത്തി തിരുദൂതർക്ക് നൽകുക,
അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പാദരക്ഷകൾ ശരിപ്പെടുത്തി കൊടുക്കുക, അതേപോലെ റസൂലുള്ളാഹിക്ക് ഉറങ്ങുവാനും ചാരി ഇരിക്കുവാനുമുള്ള വിസാദ തയ്യാറാക്കുക, ഇതൊക്കെയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിർവഹിച്ചിരുന്നതായ തിരുദൂതർക്കുള്ള ഖിദ്മത്തുകൾ. അതുകൊണ്ടാണ് പിൽക്കാലക്കാർ ഐന സാഹിബുന്നലൈൻ, തിരുദൂതരുടെ ചെരുപ്പുകൾ ശരിപ്പെടുത്തിയിരുന്ന ആൾ എവിടെ, അതേപോലെ മിത്ഹറത്ത് നനമിസ്വാക്ക്, അതേപോലെ വിസാദ തലയിണ, ഇതൊക്കെ ശരിപ്പെടുത്തിയിരുന്ന ആളെവിടെയെന്ന് ഇബ്നു മസ്ഊദിനെ ചോദിച്ചുകൊണ്ട് ഇപ്രകാരം തിരക്കിയിരുന്നത്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ യമനിൽ നിന്ന് ഹബശീനിയയിൽ നിന്ന് ഹിജറ കഴിഞ്ഞ് മടങ്ങുകയാണ് മദീനയിലേക്ക്. അങ്ങനെ ഹബശീനിയയിൽ നിന്ന് ഹിജറ കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങിയപ്പോൾ ഞങ്ങൾ ഇബ്നു മസ്ഊദിനെ നിരീക്ഷിച്ചു. നബി കുടുംബത്തിലെ ഒരു മെമ്പറാണ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുക്കലേക്ക് ഏത് സമയവും കയറുകയും അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ആര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് ഞങ്ങൾ അഹ്ലുൽ ബൈത്തിൽ നബി കുടുംബത്തിലെ ഒരു മെമ്പറാണ് ഇബ്നു മസ്ഊദ് എന്ന് വിചാരിച്ചു പോയി എന്നാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഇബ്നു മസ്ഊദിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം, നബി കുടുംബത്തിൽ ഒരു മെമ്പറായി എണ്ണപ്പെട്ട വ്യക്തിത്വമായിരുന്നു അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. കാരണം തിരുദൂതർക്കുള്ള ഖിദ്മത്തിൽ തൻ്റെ ദിനങ്ങളും തൻ്റെ രാവുകളും ചെലവഴിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണത്തിലും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിലും ഇമാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുവാൻ ആളുകളെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിൽക്കാലക്കാർക്ക്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഖുദുൽ ഖുർആന മിൻ അർബഈൻ, 4 പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ സ്വീകരിക്കുക. ഖുർആൻ പാരായണം, ഖുർആൻ പഠനം 4 പേരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി എണ്ണിയത് അബ്ദുള്ള ഇബ്നു മസ്ഊദിനെയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബലിനെയും ഉബയ്യ് ബിൻ കഅബിനെയും അബൂ ഹുദൈഫയുടെ മൗലയായ സാലിമിനെയും എണ്ണുകയുണ്ടായി എന്നാണ്. ഈ 4 പേരിൽ നിന്ന് ഖുർആൻ നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് പറഞ്ഞത്. ആദ്യമായി തിരുദൂതർ എണ്ണിയത് അബ്ദുള്ള ഇബ്നു മസ്ഊദിനെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ യോഗ്യതയാണത്. തിരുസവിധത്തിൽ വെച്ച് ഖുർആൻ പഠിച്ച് അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കി വിശുദ്ധ ഖുർആൻ്റെ സുന്ദരമായിട്ടുള്ള കാരിയും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനെ പഠിപ്പിക്കുന്ന മുഖ്രിയുമായിരുന്നു അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയാറുണ്ട്, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് അത് എവിടെ ഇറങ്ങി എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം പറയാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അത് ആരുടെ വിഷയത്തിൽ ഇറങ്ങി എന്നുള്ളത് ചോദിച്ചാൽ അത് എനിക്കറിയാൻ പറ്റും. എനിക്കറിയാത്ത ഒരു വിവരം വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിലുള്ളത് ആർക്കെങ്കിലും അറിയുമെന്നുള്ളത് ഞാൻ അറിഞ്ഞാൽ അയാളിലേക്ക് യാത്ര ചെയ്ത് ആ വിവരം ഞാൻ ശേഖരിക്കുമായിരുന്നു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സ്വന്തത്തെക്കുറിച്ച് പറഞ്ഞത്. കാരണം അദ്ദേഹം വിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ സ്വീകരിക്കുവാൻ കൽപ്പിച്ച തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാവർത്തികമായി അത് കാണിക്കുകയും തെളിയിക്കുകയും ചെയ്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇഖ്റ അലൈ, ഇബ്നു മസ്ഊദ് നിങ്ങൾ എനിക്ക് ഖുർആൻ ഓതണം. അപ്പോൾ ഇബ്നു മസ്ഊദ് പ്രതികരിക്കുകയാണ്, അലൈക അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ, നിങ്ങൾക്ക് ഓതി തരികയോ, നിങ്ങൾക്കല്ലേ ഖുർആൻ അവതീർണമായത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഷ്തഹി അൻ അസ്മഅ മിൻ ഗൈരി, ഞാനല്ലാത്തവരിൽ നിന്ന് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം മാനിച്ച് പാരായണം ചെയ്യാണ്. സൂറത്തുൻ നിസാ അത് പാരായണം തുടങ്ങി. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖുർആനിൽ സൂറത്തുൻ നിസായിലെ ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബി ഷഹീദിൻ വജിഅനാ ബിക അലാ ഹഉലായി ഷഹീദ എന്ന ആയത്തെത്തി. ആ ആയത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഗമസനി ഇങ്ങനെ തോണ്ടി,
ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഫൈദ ഐനാഹു തദ്റഫാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നത് ഞാൻ കാണുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഹസ്ബുക്, നിങ്ങൾ ഓതിയത് മതി എന്ന് പറയുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് പാരായണം ശ്രവിക്കുകയും കേൾക്കുകയുമാണ്. അവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഖുർആൻ സ്വീകരിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറ്റുള്ളവരോട് ആജ്ഞാപിക്കുകയാണ്. അപ്പോൾ ആ ഒരു സഹാബിയുടെ മഹത്വവും വലിപ്പവും എത്രയെന്നറിയുവാൻ ഈ ചരിത്രങ്ങൾ നമുക്ക് നന്നായി ഉതകും. അൽഖമ ഇബ്നു ഖൈസ് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ഓടി വരുന്നുണ്ട്. അൽഖമ ഇബ്നു മസ്ഊദിനോട് ഉമറിനോട് പറയുന്നത്, ഉമർ അമീറുൽ മുഅ്മിനീൻ, ഒരു വ്യക്തി വിശുദ്ധ ഖുർആൻ മനപ്പാഠം മോദി പഠിപ്പിക്കുകയാണ്. മനപ്പാഠം മോദി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഉമർ പേടിച്ചു. ആരാണ് വിശുദ്ധ ഖുർആൻ മനപ്പാഠം മോദിയിട്ട് പഠിപ്പിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ്. അപ്പോൾ ഉമർ പറയുകയാണ്, മനപ്പാഠം മോദി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുവാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോളം യോഗ്യനായ ഒരാൾ വേറെ ഇല്ല എന്നുള്ളതാണ്. അത്രമാത്രം വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ പണ്ഡിതനും യോഗ്യനുമായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വേറെ ഈ സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഒരിക്കൽ അബൂബക്കർ, ഉമർ എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം രാത്രി സമയം മസ്ജിദ് നബവി എന്നൊരു ചരിത്രം ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും എത്തിയപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ പാരായണം കേൾക്കുകയാണ് പള്ളിയിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ആ പാരായണം ശ്രവിക്കുകയാണ്. അത് തീരുവോളം ഉമർ വിളിച്ചിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശ്രവിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ആ പാരായണം ചെയ്ത വ്യക്തിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്, അദ്ദേഹത്തിനുള്ള പ്രശംസനീയമായ വർത്തമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത് അദ്ദേഹത്തോട് നേരിട്ടല്ല, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അബൂബക്കർ ഉമറിനോട് പറഞ്ഞതാണ്. അങ്ങനെ ആ വ്യക്തിയെ പ്രശംസിച്ച് പറഞ്ഞു. അത് ഇബ്നു മസ്ഊദാണ് എന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ പുലർന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ചെല്ലുകയാണ് ഇബ്നു മസ്ഊദിൻ്റെ അടുക്കലേക്ക്. നിങ്ങളുടെ പാരായണം റസൂലുള്ളാഹി കേട്ടു നിന്നു രാത്രി, എന്നിട്ട് നിങ്ങളെ പ്രശംസിച്ച് ഇന്നത് പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉമർ ചെന്നപ്പോൾ ഇബ്നു മസ്ഊദ് പറയാണ്, നിങ്ങളെ മുൻകടന്ന് അബൂബക്കർ വന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വിഷയത്തിലും അബൂബക്കർ ഉമറിനെ മുൻകടന്ന പരിതാപം അത് ഉമർ പറയുന്നതും ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഏതായാലും ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന് ഉള്ള സ്ഥാനമാണ് വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മികവും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവുമാണ് ഈ ചരിത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ മാത്രമല്ല, അദ്ദേഹം പല വിഷയത്തിലും മുമ്പനാണ്. 2 ഹിജ്റ ചെയ്ത മഹാനാണ് ഇബ്നു മസ്ഊദ്. മക്കയിൽ നിന്ന് ഹബശയിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക്, സാഹിബുൽ ഹിജ്റത്തൈൻ. അതേപോലെ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അഷ്ജറ, വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് നിങ്ങളോട് ബൈഅത്ത് ചെയ്ത വിശ്വാസികളെ അള്ളാഹു പ്രീതിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞ 1400 പേരുള്ള സഹാബത്ത്, അവരിൽ ഒരാളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ബൈഅത്തു റിദ്വാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്ത അള്ളാഹുവിൻ്റെ പ്രീതി നേടിയ സഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ബദരീങ്ങളിൽ ഒരാളാണ് ഇബ്നു മസ്ഊദ്. ബദരീങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ഇഫ്അലു മാ ശിഅ്തും ഖദ് ഗഫർതു ലക്കും, ബദരീങ്ങളെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളി, ഞാൻ നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു. ആ അള്ളാഹുവിൻ്റെ പ്രശംസ നേടിയ ബദരീങ്ങളിൽ ഒരു വ്യക്തിയാണ് അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ബദറിൽ അബൂജഹലിൻ്റെ തല മുറിച്ച് നബിയുടെ അടുക്കൽ കൊണ്ടുവന്നത് ഇബ്നു മസ്ഊദാണ്. അബൂജഹലിനെ കൊന്നത് ഇബ്നു അഫ്ര എന്ന മുആദ് ഇബ്നു അഫ്രയും മുആദ്
ഇബ്നു അംറും, ഇവർ രണ്ടുപേരാണ് അബൂജഹലിനെ നിലംപരിശാക്കിയത്. പക്ഷേ വീണ് കിടക്കുന്ന അബൂജഹലിനെ അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് ചെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അബൂജഹൽ നശിച്ചിട്ടില്ല. അപ്പോൾ അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് ഇന്നലകളെ ഓർക്കുകയാണ്. മക്ക കാലഘട്ടത്തിൽ ഈ അബൂജഹൽ അബ്ദുല്ലാ ഇബ്നു മസ്ഊദിനെയും കൂട്ടരെയും പീഡിപ്പിച്ചതും മാനസികമായി ശാരീരികമായി ദ്രോഹിച്ചതുമൊക്കെ ഓർത്ത് അബൂജഹലിൻ്റെ അരികിൽ ഇബ്നു മസ്ഊദ് നിൽക്കുകയാണ്. ഖഡ്ഗം കയ്യിൽ, അബൂജഹലിൻ്റെ നെഞ്ഞത്ത് ഇബ്നു മസ്ഊദ്. അപ്പോഴും അബൂജഹലിൻ്റെ അഹങ്കാരവും ആഠ്യതയുമാണ് നാവിൽ നിന്ന് വരുന്നത്. റായിയൽ ഗനം, ആട്ടിടയ എന്ന് പറഞ്ഞാണ് അബൂജഹൽ ആ സമയവും ഇബ്നു മസ്ഊദിനെ വിമർശിക്കുന്നത്, അതേപോലെ തന്നെ എതിർക്കുന്നത്. അപ്പോഴാണ് അബൂജഹലിനെ അബ്ദുല്ലാ ഗളച്ഛേദം നടത്തുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഇബ്നു മസ്ഊദ് വരുന്ന രംഗം ചരിത്രത്തിൽ കാണാം. പറഞ്ഞു വരുന്നത് ബദറിൽ പങ്കെടുത്ത മഹാനാണ് അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിൽ പ്രശംസനീയമായ ഏറെ സമയങ്ങളിൽ, സ്ഥാനങ്ങളിൽ, മുഹൂർത്തങ്ങളിൽ മുമ്പനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളായ അൻസാരികളായ മുമ്പന്മാർ, ഒന്നാമന്മാർ എന്ന് പറഞ്ഞവരിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മുൻനിരയിലാണുള്ളത്. ഈ ഇബ്നു മസ്ഊദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുൻനിരയിലായ മറ്റൊരു വിഷയം അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹാണ്, പാണ്ഡിത്യം. അദ്ദേഹം അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്ത് വരെ അവരെ മദീന വിട്ടു പോകാൻ ഉമർ സമ്മതിച്ചിരുന്നില്ല. പണ്ഡിതന്മാർ അവരെ മദീനയിൽ പരിമിതപ്പെടുത്തി, ഹറമുകളിൽ, ഹിജാസിൽ പരിമിതപ്പെടുത്തി. ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ട ഉമറിൻ്റെ ഖിലാഫത്തിൽ പേർഷ്യയും അതേപോലെ ഇറാഖും ഫലസ്തീൻ, ഈജിപ്റ്റ് തുടങ്ങിയ നാടുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ പല സഹാബികളും അവിടങ്ങളിലേക്ക്, പണ്ഡിതന്മാരായ പലരും അവിടങ്ങളിലേക്ക് മാറിപ്പാർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഉമർ അവരെ തടഞ്ഞിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു തആലയുടെ വിയോഗത്തിന് ശേഷം, രക്തസാക്ഷിത്വത്തിന് ശേഷം സഹാബികളിൽ പലരും ദീന് പഠിപ്പിക്കുവാൻ വേണ്ടി പല നാടുകളിലേക്കും പോയി പാർത്തിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല കൂഫയിലാണ് താമസിച്ചത്. കൂഫയിൽ ഇബ്നു മസ്ഊദ് കൂഫയിൽ തൻ്റെ വിജ്ഞാനം പകർന്നു നൽകി. അതുകൊണ്ട് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പഠിപ്പിച്ച ഫിഖ്ഹാണ് കൂഫയിൽ പ്രചരിപ്പിച്ചത്. ഇബ്നു മസ്ഊദിൻ്റെ ശിഷ്യന്മാരാണ് അൽഖമ ഇബ്നു ഖൈസിനെ പോലുള്ള ശിഷ്യന്മാരാണ് കൂഫയിൽ പിന്നീട് വളരുകയുണ്ടായത്. അബ്ദുല്ലാ ഇബ്നു അൽഖമ പറയാണ്, ഇബ്നു മസ്ഊദിനോളം പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി കൂഫയുടെ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ മികവ് അറിയിക്കുന്ന ഒരു വർത്തമാനമാണ് അബ്ദുല്ലാ ഇബ്നു അൽഖമ പറഞ്ഞത്. ചരിത്രത്തിൽ ഒരു സംഭവം, അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അറിവാണ് അറിയിക്കുന്നത്. അബൂ മൂസൽ അശ്അരിയുടെ അടുക്കൽ ഒരു മസ്അലയെത്തി. സ്വത്ത് അനന്തരം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മസ്അലയാണ്, അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു മസ്അലയാണ്. അബൂ മൂസയോട് ഒരു വ്യക്തി വന്ന് ചോദിച്ചു, ഒരു പിതാവ് മരണപ്പെട്ട്, ഒരു വ്യക്തി മരണപ്പെട്ട്, അയാൾക്കൊരു മകളുണ്ട്, അയാൾക്കൊരു സഹോദരിയുണ്ട്, മകളും സഹോദരിയും, പിന്നെ മകൻ്റെ മകളുമുണ്ട്. എങ്ങനെയാണ് സ്വത്തോരി വെക്കുക എന്ന് അബൂ മൂസൽ അശ്അരിയോട് ചോദിച്ചു. അബൂ മൂസൽ അശ്അരി പറഞ്ഞു, മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൻ്റെ പകുതി മകൾക്കാണ്, ഒരു പെൺമകളാണ്, അതുകൊണ്ട് സ്വത്ത് ഒരു പകുതി മകൾക്കാണ്, ബാക്കി സ്വത്ത് സഹോദരിക്കാണ്. മകൻ്റെ മകൾക്ക് സ്വത്തോരിയില്ല എന്ന് അബൂ മൂസൽ അശ്അരി പറഞ്ഞു. അബൂ മൂസയിൽ നിന്നുള്ള ഈ ഫത്വയും വിഭജനവും കേട്ട് ഈ വ്യക്തി പിന്നെ ഇബ്നു മസ്ഊദിനെ കാണാണ്. അദ്ദേഹം മടങ്ങുമ്പോൾ ആകസ്മികമായി ഇബ്നു മസ്ഊദിനെ കാണാണ്. ഇബ്നു മസ്ഊദിനോട് അദ്ദേഹം ചോദിച്ച് ഇങ്ങനൊരു മസല, അതിൽ അബൂ മൂസ അശ്അരിയുടെ പ്രതികരണം ഇന്നതാണ്. ഉടൻ ഇബ്നു മസ്ഊദ് പറയുകയാണ്, അബൂ മൂസയുടെ ആ വിഭജനം അത് ഞാൻ സ്വീകരിച്ചാൽ ലഖദ് ളലൽതു ഇദ വമ അന മിനൽ മുഹ്തദീൻ, ഞാൻ പിഴച്ചത് തന്നെ, ഞാൻ ഒരിക്കലും ഹിദായത്ത് ഉൾക്കൊണ്ടവരിൽ ഉൾപ്പെടില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അബൂ മൂസയുടെ ആ വിഭജനം അത് കറക്റ്റ് അല്ല എന്നുള്ള അർത്ഥത്തിൽ ഇബ്നു മസ്ഊദ് പ്രതികരിച്ചു. എന്നിട്ട് ഇബ്നു മസ്ഊദ് തിരുത്തി. എന്താ പറഞ്ഞത്?
ഇബ്നു മസ്ഊദ് പറഞ്ഞ് മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൻ്റെ 2/3 ഈ പെൺമകൾക്കും മകൻ്റെ മകൾക്കും കൂടിയാണ്. ബാക്കി സ്വത്താണ് സഹോദരിക്കുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മസ്അലയിൽ ഒരാൾ മരിച്ചു, അയാൾക്കൊരു പെൺമകളുണ്ട്, മകൻ്റെ മകളുമുണ്ട്, സഹോദരിയുമുണ്ട് എങ്കിൽ മകൾക്കും മകൻ്റെ മകൾക്കും സ്വത്തിൽ ഓരിയുണ്ട്. പകുതി മകൾക്ക്, 1/6 മകൻ്റെ മകൾക്ക്, 3 സ്വത്തിൻ്റെ 2/3 അവർക്ക് 2 പേർക്ക് വരുന്ന രീതിയിൽ, പെൺമക്കൾക്ക് വരുന്ന രീതിയിൽ അങ്ങനെയാണ് സ്വത്ത് ഓരിയൊക്കെ. ബാക്കിയുള്ള സ്വത്ത് എത്രയാണ് അതാണ് സഹോദരിക്ക്. ഇതാണ് കറക്റ്റായിട്ടുള്ള വിഭജനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്ന വിഭജനവും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഈ അബൂ മൂസ അശ്അരിയുടെ വിഭജനത്തെ തിരുത്തി ഈ വിഭജനം നടത്തി. അങ്ങനെ ഈ വ്യക്തി അബൂ മൂസയെ കണ്ടു വീണ്ടും, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിഭജിച്ചതുപോലെയല്ല സ്വത്ത് ഇബ്നു മസ്ഊദ് വിഭജിച്ചത്, അത് ഇപ്രകാരമാണ്. അപ്പോൾ അബൂ മൂസ അശ്അരി പറഞ്ഞ വചനം അതെന്താണ്? ലാ തസ്അലൂനി മാദാമ ഹാദൽ ഹബ്റു ഫീക്കും എന്നാണ്. ഇബ്നു മസ്ഊദ് ആകുന്ന പണ്ഡിതൻ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന കാലമത്രയും ഇനി എന്നോടൊരു മസ്അല ചോദിക്കരുത് എന്ന് അബൂ മൂസ അശ്അരി പറഞ്ഞു എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ വിവരവും എത്രമാത്രം ബൃഹത്തായിരുന്നു, അതെത്രമാത്രമായിരുന്നു എന്നതാണ് ഇത് അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹിൽ ഉള്ളതായ പാണ്ഡിത്യം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ കുറേ വിഷയങ്ങൾ, കുറേ പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുണ്ട്. ഇവരെയെല്ലാം മഹത്തുക്കളും മുമ്പന്മാരുമാക്കിയത് ഈ ദീനുൽ ഇസ്ലാമാണ്. ഇസ്ലാമിലൂടെയാണ് ഇസ്സത്ത് കടന്നു വന്നത്. ഇന്നലകളിലെ ഇടയന്മാർ ഇന്ന് നായകന്മാരും ഇമാമുകളും പണ്ഡിതന്മാരുമായി പരിണമിച്ച ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഈ ഇടയന്മാർ, അടിമകൾ, അവർക്ക് ഈ ഉന്നത സ്ഥാനം ലഭിച്ചതും നേടിയതും എന്തുകൊണ്ടാണ്? ഇസ്ലാം കൊണ്ടാണ്, വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്, ദീനി വിജ്ഞാനങ്ങൾ കൊണ്ടാണ്. നമ്മളും 100% അവരെ അനുകരിക്കുവാൻ ശക്തരല്ല. പക്ഷേ അവരെ കുറച്ചെങ്കിലുമൊക്കെ അനുകരിച്ചിട്ടുണ്ട് എങ്കിൽ ഉയർച്ചയും വളർച്ചയും അത് നമുക്കും പറഞ്ഞതാണ്. പക്ഷേ എന്ത് വേണം? ദീനിന് വില നമ്മുടെ കൽബിലുണ്ടായിരിക്കണം. ദീനിൻ്റെ വിജ്ഞാനങ്ങൾ, വിശിഷ്യ വിജ്ഞാനങ്ങളിൽ വിശുദ്ധ ഖുർആനാകുന്ന വിജ്ഞാനം, അതിനൊക്കെ ഉള്ള സ്ഥാനവും വലിപ്പവും അത് നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് ഉയർച്ചയും വളർച്ചയും. അതാ ബിൻ അബി റബാഹയോട് ഉമ്മ പറഞ്ഞില്ലേ, അതാ ബിൻ അബി റബാഹ കറുത്ത ഒരടിമയാണ്, ഷോർട്ടാണ്. ആൾക്കൂട്ടത്തിൽ അദ്ദേഹം നിന്നാൽ, ഇരിക്കുന്ന ആൾക്കൂട്ടത്തിൽ അദ്ദേഹം നിന്നാൽ ഇരിക്കുന്നവർക്കാണ് ഉയർച്ച കൂടുതൽ. അദ്ദേഹം അത്ര ഷോർട്ടായിരുന്നു, കറുത്ത അടിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തും പെരടിയും വേർപ്പെടുത്തുന്ന, തലയും പെരടിയും ഉടലും വേർപ്പെടുത്തുവാൻ കഴുത്ത് പോലും ഉണ്ടായിരുന്നില്ല. വിരൂപനായിരുന്നു, ബ്ലൈൻഡുമായിരുന്നു. ശാരീരിക കുറവുകൾ സംഗമിച്ച ഈ അതാ ബിൻ അബി റബാഹിനെ ഉമ്മ പറഞ്ഞതെന്താ? മകനെ, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, പറഞ്ഞുതരാം. നീ ഞാൻ പറയുന്നത് പ്രയോഗവൽക്കരിച്ചിട്ടുണ്ട് എങ്കിൽ യഹാബുക്കൽ മുലൂക്ക് വയങ്കാതുലക സുലൂക്ക്, രാജാക്കന്മാർ നിനക്ക് ഗാംഭീര്യം കാണും, സാധാരണക്കാർ നിന്നെ ഭയക്കുകയും ചെയ്യും, അനുസരിക്കുകയും ചെയ്യും. നീ ദീന് പഠിച്ചോ, അറിവ് സമ്പാദിച്ചോ എന്നാണ് ഉമ്മ മകന് നൽകിയ വസീയത്ത്. അതുകൊണ്ട് തന്നെ നീണ്ട 30 വർഷം ആ ഉപദേശം കേട്ട അതാ ഇബ്നു അബി റബാഹ് വിശുദ്ധ മക്കയിൽ ഹറമിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യനായിട്ട് ജീവിതം വൈജ്ഞാനിക ജീവിതമാക്കി മാറ്റി. അതുകൊണ്ടാണ് പിൽക്കാലത്ത് നമ്മൾ അതാ ഇബ്നു അബി റബാഹിനെ ഫഖീഹായി, മുഹദ്ദിസായി, ഖാരി ആയി, അതേപോലെ തന്നെ മുഫ്തിയായി വായിക്കണത്. അമവികളുടെ ഖിലാഫത്തിൽ അദ്ദേഹമല്ലാതെ മറ്റൊരാൾ ഫത്വ പറയരുത് എന്ന് രാജവിളംബരം ഉണ്ടായിരുന്നു, ഹജ്ജിൻ്റെ വിഷയത്തിൽ വിശിഷ്യ. അത്രമാത്രം മഹാനായത് ദീനിനെ മുഖവിലക്കെടുത്തുകൊണ്ടതും ദീനി വിജ്ഞാനങ്ങളെ മുഖവിലക്കെടുത്തത് കൊണ്ടും മാത്രമാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് അതിനെല്ലാം ഉപരിയിൽ.
പറഞ്ഞു വരുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാന്റെ ചരിത്രത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം അതിൻ്റെ തുടക്കം വായിക്കുമ്പോൾ ഉഖബത്ത് ബിൻ അബി മുഅയ്ത് എന്ന ദീനിൻ്റെ ശത്രു ദുഷ്ടൻ, അയാളുടെ ഇടയനാണ്. ഈ ഉഖബത്ത് ബിൻ അബി മുഅയ്തിൻ്റെ മകൾ ഉമ്മു കുൽസും മദീനയിലേക്ക് ഹിജ്റ വന്നൊരു ചരിത്രമുണ്ട്. ആ വാപ്പ എങ്ങനത്തെ വാപ്പ എന്നുള്ളത് അറിയാനാണത്. ഈ ഉമ്മു കുൽസും അവർ വിവാഹിതയല്ല, ചെറിയ കുട്ടിയാണ്. ഈ ഉമ്മു കുൽസുമാണ് ഒറ്റക്ക് അവർ കുടുംബമല്ലാതെ മദീനയിലേക്ക് ഹിജ്റ വരുന്നത്. അവരുടെ വിഷയത്തിലാണ് സൂറത്തുൽ മുംതഹിന അവതീർണമാണ്. സൂറത്തുൽ മുംതഹിനൻ്റെ അവസാന ആയത്തുകളിൽ യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുൻ എന്ന ആയത്ത് ഇറങ്ങുന്നത് ഈ ഉമ്മു കുൽസൂമിൻ്റെ വിഷയത്തിലാണ്. ഉമ്മു കുൽസൂം ഉഖബയുടെ മകളാണ്. അവർ വിവാഹിതല്ല, ചെറുപ്രായക്കാരിയാണ്. ചെറുപ്രായക്കാരി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരണമെങ്കിൽ, വാപ്പാനും ഉമ്മാനും വിട്ട് പായണമെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ആ വീട്ടിൽ ഒരിടയനായിരുന്നു അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ആ ഇടയനെക്കുറിച്ചാണ് പിൽക്കാലത്ത് നമ്മൾ ഈ പോരിശകൾ, ഈ വർണ്ണനകൾ, പൊലിമകൾ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനുമുണ്ട്. അത്രമാത്രം മഹനീയമായ ചരിത്രമാണ്. ഹിജ്റയുടെ 33-ൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി, രോഗഗ്രസ്തനായി, ശയ്യാവലംബിയായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കിടക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രോഗസന്ദർശനത്തിന് വന്നു. ഉസ്മാൻ ഇബ്നു മസ്ഊദിനോട് ചോദിച്ചു, മാദാ തഷ്തകി? ഇബ്നു മസ്ഊദ്, എന്താണ് നിങ്ങൾ ആവലാതിപ്പെടുന്നത്? ഇബ്നു മസ്ഊദ് പറഞ്ഞത് രോഗാണെന്നല്ല, ശരീരത്തിലെ വേദനയാണ് എന്നല്ല, മരണമാണ് എന്നുള്ളതല്ല. അഷ്തകി ദുനൂബി, എനിക്ക് ആവലാതിപ്പെടാനുള്ളത് ഈ സമയം എൻ്റെ തെറ്റുകുറ്റങ്ങളാണ്, എൻ്റെ കുറവുകളാണ്. ഉസ്മാൻ ചോദിച്ചു റളിയല്ലാഹു തആല അൻഹു, മാദാ തഷ്തഹി? ഇബ്നു മസ്ഊദ്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? നിങ്ങൾക്ക് എന്താണിപ്പോൾ പൂതി? അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഷ്തഹി റഹ്മത റബ്ബി, എൻ്റെ റബ്ബിൻ്റെ റഹ്മത്താണ് ഞാൻ ഇഷ്ടിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഉസ്മാൻ ചോദിച്ചു, അത്ലുബ് ലക തബീബ്, ഒരു വൈദ്യനെ കൊണ്ടുവരട്ടെ? അപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു, അംറദനി അത്തബീബ്, തബീബാണ് എനിക്ക് രോഗം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇബ്നു മസ്ഊദിനോട് ചോദിച്ചു, അക്തുബ് ലക്കൽ അതായ, നിങ്ങൾക്ക് വല്ല അത്തയ്യകളും സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഞാൻ എഴുതട്ടെ തരാൻ വേണ്ടി? അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അത് നിരസിക്കുകയാണ്, അതിൽ വിരക്തനായി നിരസിക്കുകയാണ്. അങ്ങനെ ഹിജ്റയുടെ 33-ൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇഹലോകവാസം വെടിയുകയുണ്ടായി. അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ ഈ അവസാന ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അദ്ദേഹം എത്ര ദുനിയാവിൽ വിരക്തനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ, മരണാസന്നനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ ഭരിച്ചിരുന്ന രണ്ട് വികാരങ്ങൾ, ഒന്ന് അദ്ദേഹം ഭയക്കുന്നത് അദ്ദേഹത്തിൻ്റെ തെറ്റുകുറ്റങ്ങളാണ്. ഇത്രമാത്രം മഹത്വങ്ങൾ, പോരീശകൾ, ചരിത്രങ്ങൾ കേട്ട ഒരു വ്യക്തി, ഇത് ആ പാരാവാരം പോലുള്ള ചരിത്രത്തിൽ ചില ചരിത്രങ്ങൾ മാത്രമാണ്. വലിയ മഹത്വങ്ങളുള്ള വ്യക്തിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ആ വ്യക്തിയുടെ മരണശയ്യയിൽ അദ്ദേഹം ആവലാതിപ്പെടുന്നത്, സങ്കടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ തെറ്റുകുറ്റങ്ങളാണ്. അവിടെ അദ്ദേഹം കാക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും റബ്ബിൻ്റെ റഹ്മത്താണ്. എങ്കിൽ തെറ്റുകുറ്റങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആവലാതിപ്പെടുന്ന രംഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടായിരിക്കണം. തെറ്റുകളിൽ ആവലാതിപ്പെടുന്ന, റബ്ബിൻ്റെ റഹ്മത്ത് തനിക്ക് എപ്പോഴും ലഭിക്കണമെന്ന് തേടുന്ന, കാക്ഷിക്കുന്ന അവസ്ഥകൾ നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ നമുക്കുണ്ടാകണം എന്നതുകൂടി മനസ്സിലാക്കാനാണ് ആ ചരിത്രം ഇവിടെ ഉദ്ധരിച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ആദരണീയനായ, മഹനീയനായ സഹാബി. ആ സഹാബിയുടെ ചരിത്രത്തിൽ നിന്ന് ചില ഭാഗങ്ങളാണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത്. നമ്മൾ
അവർ മുമ്പന്മാരാണ്. അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറദു അൻ. അള്ളാഹു അവരെ പ്രീതിപ്പെട്ടു, അവർ അള്ളാഹുവെ പ്രീതിപ്പെട്ടു. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ. താഴ്ഭാഗങ്ങൾ കൂടി നദികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളാണ് അള്ളാഹു അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അഷ്ജറ. അദ്ദേഹം ബൈഅത്ത് ചെയ്തു, അതിനാൽ അള്ളാഹുവിൻ്റെ പ്രീതി നേടി. അങ്ങനെയുള്ള സഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅ്ളമു ദറജതൻ മിനൽ ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു. മക്കം ഫത്ഹിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച് ദീനിന് വേണ്ടി ചെലവഴിച്ചവർ, ശേഷം സ്വീകരിച്ച് ചെലവഴിച്ചവർ ഒരുപോലെയല്ല. മക്കം ഫത്ഹിന് മുമ്പ് സ്വീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനം കൂടുതലുണ്ട് എന്ന് അള്ളാഹു പറയാണ്. ഇബ്നു മസ്ഊദ് മക്കം ഫത്ഹിന് മുമ്പല്ല, പിന്നെയോ ഇസ്ലാം ഉദയം ചെയ്ത നാളുകളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന, കാലെടുത്ത് വെച്ച മഹൽ വ്യക്തിത്വമാണ്. അപ്പോൾ വളരെയധികം സ്ഥാനമുള്ള ഇത്തരം സഹാബികളുടെ ചരിത്രങ്ങൾ അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് പാഠമാകേണ്ടതുണ്ട്. നമ്മളുടെ ആത്മീയ ധാർമ്മികമായ ജീവിതത്തിന് അവരുടെ ചരിത്രങ്ങൾ ഒരു മുതൽക്കൂട്ടായിട്ട് മാറേണ്ടതുണ്ട്. അതിനാലാണ് ഒരു ചരിത്രം ഇവിടെ ഒരു ഖുത്ബയായി നമ്മൾ ശ്രവിച്ചത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള അഫുവും ആഫിയത്തും അള്ളാഹു നമ്മളിലെല്ലാം കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തേകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്ത സജ്ജനങ്ങളുടെ നല്ല മുറാദുകൾ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ ചില സഹോദരങ്ങൾ ചില രോഗങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ആഫിയത്ത് കനിയുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഇഹത്തിലും പരത്തിലുമുള്ള മുആഫാത്ത് അള്ളാഹു അവരിലും നമ്മളിലും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു അവർക്കും നമുക്കും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.